വെൽക്കം ടു ഹിന്ദി ഹബ്. ഡിയർ സ്റ്റുഡൻസ്, എട്ടാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ പേഡ് എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിന്റെ മലയാളം എക്സ്പ്ലനേഷൻ നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. ധൂപ് സിലി തോ ബിക്കർ ഗെയി കത്തരൻ കത്തരൻ ചായായേ. ഇത് കവിതയിലെ 2 വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെയിലിനെ തയ്ച്ചപ്പോൾ ചിതറിപ്പോയി കഷ്ണം കഷ്ണം നിഴലുകളായി. ഇസസെ ക്യാ ദൃശ്യ ഉബർ ആത്താ ഹെ. ഇതിൽ നിന്ന് ഇത് കേൾക്കുമ്പോൾ എന്ത് ദൃശ്യമാണ് നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്നത്? എന്താണ് ആൻസർ നോക്കൂ. जब पेड़ की पत्तियों के बीच से धूप जमीन पर आती है. എപ്പോഴാണോ മരത്തിന്റെ ഇലകൾക്കിടയിലൂടെ വെയിൽ ഭൂമിയിൽ വരുന്നത്, തബ് ധൂപ്പ് ഔർ ഛായ കെ ടുക്കടെ മേ ബിഖരെ ഹുയെ ദിഖായി ദേത്തെ ഹെ. അപ്പോൾ വെയിലും നിഴലും കഷ്ണങ്ങളായിട്ട് ചിതറിക്കൊണ്ട് കാണപ്പെടുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലേ, മരത്തിന്റെ ഇലകൾക്കിടയിലൂടെ വെയിൽ ഭൂമിയിൽ പതിക്കുമ്പോൾ ഭൂമിയിൽ വെയിലും നിഴലും പീസ് പീസായി ഭൂമിയിൽ കിടക്കുന്നത് കണ്ടിട്ടില്ലേ? അത് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിട്ടി രംഗ് ഹവാ പാനി കോ ജോടാ ദിയാ തരാശ്. മണ്ണ്, നിറം, കാറ്റ്, വെള്ളം എന്നിവയ്ക്ക് യോജിപ്പിച്ചൊരു ഷേപ്പ് രൂപപ്പെടുത്തി. ഇതും കവിതയിലെ വരികളാണ് അല്ലെ. ഇസ്കാ താത്പര്യ ക്യാ ഹെ. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ. पेड़ ने मिट्टी रंग हवा और पानी जैसे प्राकृतिक तत्वों को आपस में जोड़कर प्रकृति को सुंदर और आकर्षक बना दिया है. पेड़ ने मരം, मिट्टी रंग हवा और पानी മണ്ണ്, നിറം, കാറ്റ്, വെള്ളം, ജൈസേ പ്രാകൃതിക തത്വംകോ തുടങ്ങിയ പ്രകൃതി ഘടകങ്ങളെ ആപസ്മേം ജോഡ്കർ പരസ്പരം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രകൃതിക്കോ സുന്ദർ ഔർ ആകർഷക ബനാദിയാ ഹെ. പ്രകൃതിയെ മനോഹരവും ആകർഷകവുമാക്കി തീർത്തിരിക്കുന്നു. മരം, മണ്ണ്, നിറം, കാറ്റ്, വെള്ളം മുതലായ പ്രകൃതി ഘടകങ്ങളെ പരസ്പരം യോജിപ്പിച്ചുകൊണ്ട് പ്രകൃതിയെ സുന്ദരവും ആകർഷകവുമാക്കി തീർത്തിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രംഗ് മഹക് കി ഹുയി സിലായി. ഇസ്കാ മത്ലബ് ക്യാ ഹെ. നിറവും സുഗന്ധവും തുന്നിച്ചേർത്തിരിക്കുന്നു. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ആൻസർ നോക്കൂ. യഹാം രംഗ് ഫൂലോം ഔർ ഹരിയാലി കാ പ്രതീക് ഹെ. ഇവിടെ രംഗ് എന്നത് പൂക്കളുടെയും പച്ചപ്പിന്റെയും പ്രതീകമാണ്. ഔർ മഹക്ക് ഫൂലോം കി സുഗന്ധ കാ പ്രതീക് ഹെ. മഹക്ക് എന്ന വേർഡ് പൂക്കളുടെ സുഗന്ധം എന്നതിനെ പ്രതീകപ്പെടുത്തുന്നു. इस पंक्ति में कहा गया है कि पेड़ ने फूलों और सुगंधों को एक साथ जोड़कर प्रकृति को सुंदर बना दिया है. ഇസ് പംക്തിമേ കഹാ ഗയാ ഹെ. ഈ വരികളിൽ പറയുന്നത് ഇതാണ്. പേടിനെ മരം, ഫൂലോം ഔർ സുഗന്ധോക്കോ പൂക്കളെയും സുഗന്ധങ്ങളെയും, ഏക് സാത്ത് ജോഡ്കർ ഒരുമിച്ച് ചേർത്തുകൊണ്ട്, പ്രകൃതിക്കോ സുന്ദർ ബനാദിയാ ഹെ പ്രകൃതിയെ മനോഹരമാക്കി തീർത്തിരിക്കുന്നു. ഇവിടെ മരം പൂക്കളെയും സുഗന്ധങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പ്രകൃതിയെ മനോഹരമാക്കി തീർത്തു എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൻ കെ പേട് മേ വൻ കെ സ്വാദ് സിലെ ഹൈ. കാ മത്ലബ് ക്യാ ഹെ. കാട്ടിലെ മരങ്ങളിൽ കാടിൻ്റെതായ ടേസ്റ്റ് തുന്നി ചേർത്തിട്ടുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നോക്കൂ. വൻ കെ പേടോ മേ വൻ സെ ജുടി കുച്ച് വിശേഷതായേം ഔർ സ്വാദോം കോ ഷാമിൽ ഹോത്തെ ഹെ. വൻ കെ പേടോമെ കാട്ടിലെ മരങ്ങളിൽ, വൻ സെ ജുടി കുച്ച് വിശേഷതായും കാടിൻ്റെതായ കുറച്ച് പ്രത്യേകതകളും, ഔർ സ്വാദോ ടേസ്റ്റുകളും ഷാമിൽ ഹോത്തെ അടങ്ങിയിട്ടുണ്ട്. കാട്ടിലെ മരങ്ങളിൽ കാടിൻ്റെതായ പ്രത്യേകതകളും ടേസ്റ്റും അടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടെ താഴെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലെ. ആപ്പ് അപ്പനി ജിന്ദഗിക്കോ കൈസെ സിൽന ചാഹ്തെ ഹൈ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ തുന്നിച്ചേർക്കാനാണ് ആഗ്രഹിച്ചിട്ടുള്ളത്? ഇതിന്റെ ആൻസർ നിങ്ങളാണ് എഴുതേണ്ടത്. എന്നാൽ ഇവിടെ ഒരു ആൻസർ കൊടുത്തിട്ടുണ്ട്. മേം അപ്പനി ജിന്ദഗിക്കോ അച്ഛേ വിചാരോം സച്ചായി മെഹ്നത്ത് ഔർ പ്യാർക്കോ ജോഡ്കർ സിൽന ചാഹത്താഹും. ഞാൻ എൻ്റെ ലൈഫിനെ അച്ഛേ വിചാരോ നല്ല ചിന്തകള്, സച്ചായി സത്യസന്ധത, മെഹ്നത്ത് കഠിനാധ്വാനം, പ്യാർ സ്നേഹം, ജോഡ്കർ ഇവയെല്ലാം ചേർത്ത് സിൽന ചാഹ്
തുന്നിപ്പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ നല്ല ചിന്തകള്, സത്യസന്ധത, കഠിനാധ്വാനം, സ്നേഹം എന്നിവയെല്ലാം ചേർത്ത് തുന്നാനാണ് ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ഈ കവിതയിൽ നിന്ന് 1 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. പേട് കിസ് പ്രകാർ കി രചന ഹെ? പേട് എന്നത് ഏത് തരത്തിലുള്ള രചനയാണ്? കവിതയാണോ, കഥയാണോ, ലഘുകഥയാണോ എന്നാണ് എഴുതേണ്ടത്. കവിത. പേട് കവിതയാണ്. പേട് കിസ് പേട് കവിത കിസ്കി രചന ഹെ? പേട് എന്ന കവിത ആരുടെ രചനയാണ്? ആര് രചിച്ചതാണ്? സുശീൽ ശുക്ലയ്ക്ക്. പേട് എന്നത് സുശീൽ ശുക്ല രചിച്ചതാണ്. ഇതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി വന്നിട്ടുള്ളത് കവിതാമേ പേട് കിൻ കിൻ കോ സിൽത്താ ഹെ? കവിതയില് മരം ആരെയെല്ലാം തുന്നിച്ചേർത്തിരിക്കുന്നു? ചുൻകർ നീച്ചെ ലിഖെ, തെരഞ്ഞെടുത്ത് താഴെ എഴുതുക. ഇവിടെ ഒരു ബോക്സിൽ കുറേ വേർഡ്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതില് മരം ആരെയെല്ലാം തുന്നിച്ചേർത്തിട്ടുണ്ട്? ഫസ്റ്റ് ലൈനില് ഹവായെ, ഫൂൽ. ഇവിടെയോ ഗോംസിലെ, ജമീനെ, ധൂപ്പ്, കിനാര്. ഇത്രയാണ് അല്ലേ? ആൻസർ ഇതുപോലെ ഇങ്ങോട്ട് എഴുതുകയാണ് വേണ്ടത്. ധൂപ്പ് ഇവിടെ തന്നിട്ടുണ്ട്, എന്നാലും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി സംബന്ധ് പഹച്ചാനേം ഔർ ജോഡേ ബനായേം. ബന്ധം മനസ്സിലാക്കി ജോഡികളെ കണ്ടെത്തുക. ഇവിടെ 2 ബോക്സുകളിലായിട്ട് കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട് അല്ലെ? മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ധൂപ്പ് വെയില്, മിട്ടി മണ്ണ്, പാനി വെള്ളം, ഫൂല് പൂവ്, പശ്മീനെ കമ്പിളി വസ്ത്രം, ഛായ തണൽ, രംഗ് നിറം, ആകാശ് ആകാശം. ഇതെങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്? കവിത വായിച്ച മക്കൾക്ക് പെട്ടെന്ന് ആൻസർ കണ്ടെത്താൻ പറ്റും അല്ലേ? ധൂപ്പ് ഛായ, മിട്ടി രംഗ്, പാനി ആകാശ്, ഫൂൽ പശ്മീന്. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി കവിത സെ ഈ ആശയ വാലി പംക്തിയാം ചുൻകർ ലിഖെ. കവിതയിൽ ഈ ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക. ഇവിടെ 4 ആശയം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ ധൂപ്പ് കെ സിൽനെ സെ ഛായയെ ബിഖർ ഗയി ഹെ. വെയിലിനെ തയ്ച്ചപ്പോൾ നിഴലുകൾ ചിതറിപ്പോയി. ഈ ആശയം വരുന്ന വരികൾ ഏതാണ്? ഇവിടെ കവിതയുടെ ആദ്യ ഭാഗത്തിൽ തന്നെ ഉണ്ട്. ധൂപ്പ് സിലിത്തോ ബിഖർ ഗയി ഖത്തരൻ ഖത്തരൻ ഛായയെ. നിങ്ങൾക്ക് അർത്ഥം അറിയില്ലെങ്കിലും ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. എങ്ങനെയാണ്? ഇവിടെ തന്ന ക്വസ്റ്റ്യനിൽ ഓരോ വേർഡ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ധൂപ്പ്, സിൽനെ, ഛായയെ, ബിഖർ എന്നൊക്കെ. എന്നിട്ട് ആ വേർഡ്സുകൾ കവിതയിൽ എവിടെയാണ് വന്നിരിക്കുന്നത് എന്ന് തിരയുക. ഇവിടെ കണ്ടില്ലേ? ധൂപ്പ്, സിലി, ബിഖർ, ഛായയെ. ഇങ്ങനെയും നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താം. ഇതൊരു ട്രിക്ക് മാത്രമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേടിനെ രംഗ് ഔർ സുഗന്ധി സിലായിക്ക്. മരം നിറവും സുഗന്ധവും തുന്നിച്ചേർത്തു. ഈ ആശയം വരുന്ന വരി എവിടെയാണ്? ഇവിടെ അല്ലെ? രംഗ് മഹക് കി ഹുയി സിലായി ഫൂൽ സിലെ പശ്മീനെ. ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് പേടിനെ മിട്ടി രംഗ് ഹവ ഔർ പാനി കോ തരാശ് കെ ജോഡാ ഹെ. മരം മണ്ണ് നിറം കാറ്റ് വെള്ളം എന്നിവയെ യോജിപ്പിച്ചു. ഇവിടെ മിട്ടി രംഗ് ഹവ പാനി കോ ജോഡാ ദിയാ തരാശ്. ഇതാണ് ആ വരികൾ. നെക്സ്റ്റ് പേടിനെ പ്രത്യേക ഫൽമീം അപനാ സ്വാദ് പരാ ഹെ. മരം ഓരോ ഫ്രൂട്ട്സിലും അതിൻ്റെതായ ടേസ്റ്റ് നിറച്ചിട്ടുണ്ട്. കവിതയുടെ അവസാന ഭാഗത്തിലെ ആമേം ആംകെ സ്വാദ് സിലെ ഹൈം ജാമുൻമേം ജാമുൻ കെ. ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ശബ്ദോം കാ ആപ്പസി സംബന്ധ് പഹച്ചാനെ. ശബ്ദങ്ങളുടെ പരസ്പര ബന്ധം തിരിച്ചറിയുക. സിലെ യാ സിലി സെ പൂരാ കരെ. സിലെ സിലി ഇവ ചേർത്ത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിലെ ഗോംസിലെ, സിലീം ഹവായെ, സിലെ കിനാരെ, സിലീം ജമീനെ. ഇതുപോലെ സിലെ സിലി ചേർത്ത് ഇവിടെയും ഫിൽ ചെയ്യണം. ഇവിടെ ചില വേർഡ്സിന്റെ കൂട്ടത്തിൽ സിലെ എന്നും ചിലതിന്റെ കൂടെ സിലീം എന്നും ചേർക്കുന്നു. അത് എന്തുകൊണ്ടാവാം? പുല്ലിംഗ ബഹുവചന വേർഡ്സുകളുടെ കൂടെയാണ് സിലെ ചേർക്കുന്നത്.
സ്ത്രീലിംഗ ബഹുവചന വേർഡ്സുകളുടെ കൂടെയാണ് സിലീം എന്ന് ചേർക്കുന്നത്. ഇവിടെ ഗോംസിലെ, കിനാരെ ഇവ രണ്ടും പുല്ലിംഗ ബഹുവചന വേർഡ്സുകളാണ്. ഹവായേം ജമീനേം ഇവ രണ്ടും സ്ത്രീലിംഗ ബഹുവചന വേർഡ്സുകളാണ്. അതുപോലെ ഇവിടെ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത്? സിലേ പത്തെ, സിലീം കലിയാം, സിലീം നദിയാം, സിലീം ഡാലിയാം. ഇവിടെ പത്തെ എന്നത് പുല്ലിംഗ ബഹുവചന വേർഡാണ്, അതുകൊണ്ട് സിലേ ചേർത്തു. കലിയാം, നദിയാം, ഡാലിയാം ഇവ മൂന്നും സ്ത്രീലിംഗ ബഹുവചന വേർഡ്സുകളാണ്, അതുകൊണ്ട് സിലീം എന്ന് ചേർത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേട് കോ ദർജി ക്യോം കഹാ ഗയാ ഹെ, മരത്തിന് തയ്യൽക്കാരൻ എന്ന് എന്തുകൊണ്ടാണ് പറയപ്പെടുന്നത്? ചർച്ച ചലായെ, ചർച്ച നടത്തൂ. കവിതാക്ക ആശയ ലിഖേ, കവിതയുടെ ആശയം എഴുതുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ സിമ്പിൾ ആക്കി തന്നെ ആശയം കൊടുത്തിട്ടുണ്ട്. കവിതയുടെ ആശയം എഴുതുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കുക. കവിതാക്ക ആശയ് എന്നോ കവിതയുടെ പേരോ ഹെഡിങ് ആയിട്ട് കൊടുക്കാം. 3 പാരഗ്രാഫ് ആയിട്ടാണ് ആശയം എഴുതേണ്ടത്. ആദ്യ പാരഗ്രാഫില് കവിതയുടെ പേരും കവിയുടെ പേരും മെൻഷൻ ചെയ്യണം. സെക്കൻഡ് പാരഗ്രാഫില് കവിതയിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് കൊടുക്കേണ്ടത്. തേർഡ് പാരഗ്രാഫിൽ ഒരു കൺക്ലൂഷൻ ആണ് കൊടുക്കേണ്ടത്. പേട് സുശീൽ ശുക്ലി ജിക്ക് ഏക് സുന്ദർ കവിത ഹെ. പേട് എന്നത് സുശീൽ ശുക്ലിജി എഴുതിയ ഒരു സുന്ദരമായ കവിതയാണ്. ഇസ് കവിതാമേ കവിനെ പേട് കി തുലന ഏക് ദർജി സെ കി ഹെ. ഈ കവിതയിൽ കവി മരത്തെ ഒരു തയ്യൽക്കാരനുമായി താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ഈ സെക്കൻഡ് പാരഗ്രാഫ്, ജിസ് പ്രകാർ ദർജി കപ്പടെ സിൽക്കർ ഉനേം സുന്ദർ രൂപ ദേത്താ ഹെ. ഏതുപോലെയാണോ തയ്യൽക്കാരൻ ഒരു വസ്ത്രം തുന്നി അതിന് സുന്ദരമായ രൂപം നൽകിയത്, ഉസി പ്രകാർ പേട് ബി പ്രകൃതി മിട്ടി പാനി ഹവ രംഗ് മഹക് ഔർ സ്വാദ് കോ ജോഡ്കർ സുന്ദർ സംസാർ കോ നിർമ്മാൺ കർത്തെ ഹെ. അതുപോലെ മരവും പ്രകൃതി, മണ്ണ്, വെള്ളം, കാറ്റ്, നിറം, സുഗന്ധം, ടേസ്റ്റ് ഇവയെല്ലാം കൂട്ടിച്ചേർത്ത് സുന്ദരമായ ഒരു ലോകത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. പേട് പക്ഷിയോം കേലിയെ ഗോംസിലെ ബനാത്തെ ഹെ. മരം പക്ഷികൾക്ക് വേണ്ടി കൂടുണ്ടാക്കുന്നു. ഗോംസിലെ പക്ഷിക്കൂട്. ഛായ ദേത്തെ ഹെ, തണൽ നൽകുന്നു. ഫൂലോമേ രംഗ് ഔർ സുഗന്ധ് ഭർത്തെ ഹെ. പൂക്കളിൽ നിറവും സുഗന്ധവും നിറച്ചിരിക്കുന്നു. തഥാ ഫലോമേം സ്വാദ് ഭർത്തെ ഹെ. ഫ്രൂട്ട്സുകളിലൊക്കെ ടേസ്റ്റും നിറച്ചിട്ടുണ്ട്. ഇത്രയാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. കവിതയിൽ പറഞ്ഞത് വളരെ ഷോർട്ടാക്കി ഇവിടെ സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് പാരഗ്രാഫ്, ഇസ് കവിത के माध्यम से कवि ने पेड़ों के महत्व और प्रकृति की सृजन शक्ति का सुंदर चित्रण किया गया है. ഈ കവിതയിലൂടെ കവി പേടോം കെ മഹത്ത് മരങ്ങളുടെ മഹത്വവും പ്രകൃതിയുടെ സൃഷ്ടിശക്തിയെക്കുറിച്ചും സുന്ദരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഈ കവിതയിൽ കവി മരങ്ങളുടെ മഹത്വത്തെക്കുറിച്ചും പ്രകൃതിയുടെ സൃഷ്ടിശക്തിയെക്കുറിച്ചുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിത ആപ്കോ കൈസേ ലഗി. കവിത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പനാ മത് പ്രകട കർത്തെ ഹുയെ കവി കെ നാം പത്ര ലിഖേ. നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചുകൊണ്ട് കവിക്ക് ഒരു കത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കത്ത് എഴുതുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്ഥലവും ഡേറ്റും കൊടുക്കണം. ഇവിടെ ഒരു സ്ഥലവും ഡേറ്റും കൊടുത്തിട്ടുണ്ട്. മലപ്പുറം 10 ജൂൺ 2026. ലെഫ്റ്റ് സൈഡിലെ പ്രിയ കവി സുശീൽ ശുക്ലജി, പ്രിയപ്പെട്ട കവി സുശീൽ ശുക്ലജി, നമസ്തേ, നമസ്കാരം. ആപ്കി കവിത പേട് പഠിക്കർ മുझे बहुत ആനന്ദ് ആയ. നിങ്ങളുടെ പേട് എന്ന കവിത വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. आपने पेड़ को एक दर्जी के रूप में प्रस्तुत करके उसकी महत्ता को बहुत सुंदर ढंग से समझाया है. മരത്തെ ഒരു തയ്യൽക്കാരനായി അവതരിപ്പിച്ച് അതിന്റെ പ്രാധാന്യം വളരെ മനോഹരമായി വിശദീകരിച്ചിരിക്കുന്നു. इस कविता से हमें पता चलता है कि पेड़ हमारे जीवन को सुंदर सुखद और उपयोगी बनाते हैं. ഈ കവിതയിൽ നിന്ന് മരങ്ങൾ നമ്മുടെ ജീവിതത്തെ മനോഹരവും സന്തോഷവും ഉപകാരപ്രദവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു.
पेड़ हमें छाया फूल फल और സ്വച്ഛ് വാതാവരൺ പ്രദാൻ करते हैं. മരങ്ങൾ നമുക്ക് തണൽ, പൂക്കൾ, പഴങ്ങൾ, ശുദ്ധമായ അന്തരീക്ഷം എന്നിവ നൽകുന്നു. आपकी यह कविता प्रकृति और पेड़ों के प्रति प्रेम तथा सम्मान की भावना जगाती है. നിങ്ങളുടെ ഈ കവിത പ്രകൃതിയോടും മരങ്ങളോടുമുള്ള സ്നേഹവും ബഹുമാനവും ഉണർത്തുന്നു. മുझे आपकी കവിത बहुत पसंद आई. എനിക്ക് നിങ്ങളുടെ കവിത വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എഴുതിയിട്ട് ധന്യവാദ്, നന്ദി. ആപ്ക പ്രിയ പാഠക്, ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങളെ പ്രിയപ്പെട്ട വായനക്കാരൻ ആപ്ക, നമ്മൾ നമ്മുടെ പേര്, ഹസ്താക്ഷർ, ഒപ്പ്, ഹസ്താക്ഷരുടെ ഷോർട്ടാണിത്. ഇവിടെ സേവാമേം ടു അഡ്രസ് ആണ് കേട്ടോ. സുശീൽ ശുക്ലജി, ഹോഷങ്കാബാദ്, മധ്യപ്രദേശ്. അദ്ദേഹം മധ്യപ്രദേശുകാരനാണെന്ന് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടില്ലേ. കത്തിന്റെ ഫോർമാറ്റ് ഒക്കെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, കവിത കാ ആലാപ് ഔർ ദൃശ്യാഭ്യാസ് കരെ. കവിത ആലപിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്ററും നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. താങ്ക് യു.